നമസ്കാരം. ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് കാലടി സാന്ദീപനി സേവാ ട്രസ്റ്റിന്റെ രജതോത്സവ ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും കാലടി ബോധാനന്ദ ആശ്രമം ഗ്രൗണ്ടിൽ നടന്നു. ISRO മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാന്ദീപനി സേവാ ട്രസ്റ്റ് പ്രസിഡന്റ് S. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചലച്ചിത്രതാരം മല്ലിക സുകുമാരൻ മുഖ്യാതിഥിയായിരുന്നു. ഒരു സമ്മേളനത്തില് അനുമോദനമാണോ ആശംസയാണോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള മികവിനുള്ള എന്റെ സന്തോഷമാണോ എന്താണ് രേഖപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുക തുടങ്ങിയിട്ട് കുറെ വർഷമായി. പക്ഷെ അത് ഇത്തരം കാര്യങ്ങളിലല്ലായിരുന്നു. റോക്കറ്റ് നിർമ്മാണത്തിലായിരുന്നു എന്റെ ജോലി. അതുകൊണ്ട് തന്നെ സന്ദീപനി സേവാ ട്രസ്റ്റ് എന്നുള്ളത് എന്റെ റഡാറിൽ ഇതുവരെ പെട്ടിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. കാരണം ഞങ്ങളെല്ലാം ഒരു മതിൽക്കെട്ടിനകത്ത് കഴിഞ്ഞുകൂടിയവരായിപ്പോയി. ഈ കാലടിയിലുള്ള അതിന് ചുറ്റുവട്ടമുള്ള കുറെ അധികം ആളുകളെ പരിചയമുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത് തന്നെ ഇതിന്റെ പ്രവർത്തകര് എന്റെ അടുക്കൽ വന്ന് എന്നെ ഈ പ്രോഗ്രാമിന് വരണമെന്നും ഇതിൽ ഉദ്ഘാടകനായിട്ട് വരണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കൂടുതൽ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്റെ അറിവില്ലായ്മ ആദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിനെന്നോട് ക്ഷമിക്കുക. ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് തുടങ്ങിയത് ചെറിയ നിലയിൽ ആണെന്ന് ഇപ്പോൾ നമ്മോടെല്ലാം ശ്രീ അനൂപും ശ്രീ സുനിൽകുമാറും നമ്മളോട് പറയുകയുണ്ടായി. എങ്ങനെ ഒരു നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ ഇത്തരം ഒരു വലിയ ജനപങ്കാളിത്തത്തോടെ നടത്താൻ കഴിയും എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് ഞാനിത് കാണുകയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ഥാനങ്ങൾ അലങ്കരിക്കാനും മറ്റുമൊക്കെയായിട്ട് ആളുകൾ തിക്കിക്കൂടുന്ന ഒരു സമയത്ത് ഒരു പൊതുജന സേവന രീതിയിൽ നടക്കുന്ന ഒരു ട്രസ്റ്റ്, ഒരു സംഘടന അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇതിൽ പ്രവർത്തിച്ചവർക്ക് കൂടുതലുമായിട്ടും അറിയാമായിരിക്കും. ഇപ്പൊ ഞാനിതിൽ മനസ്സിലാക്കിയെടുത്തോളം ഉള്ള പ്രോജക്റ്റുകൾ എത്രയോ പ്രാധാന്യമുള്ള പ്രോജക്റ്റുകളാണ്. അന്നദാനം, അതുപോലെ ആളുകളെ പ്രത്യേകിച്ചും പ്രായമായവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് വോളണ്ടിയേഴ്സിനെ കണ്ടുപിടിക്കുകയോ അതിനെ ഏർപ്പാടാക്കുകയും ചെയ്യുക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹ സേവന രീതി എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളാണ്. ഇവിടെ ഈ സാന്ദീപനിയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ സുനിൽകുമാർ പറഞ്ഞപ്പോൾ മനസ്സിനൊരു ഭയങ്കര സന്തോഷം. കാരണം ഞങ്ങളാരും പുറത്ത് പറയാറില്ലെങ്കിലും നമുക്കതൊക്കെ കേൾക്കുന്നതും അതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അത്യാവശ്യം അണ്ണാ കുഞ്ഞിനും തന്നാലായെന്ന് പറഞ്ഞ പോലെ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനും. സാന്ദീപനി സേവാ പുരസ്കാരം നിംസ് മെഡിസിറ്റി MD MS ഫൈസൽ ഖാൻ ISRO മുൻ ചെയർമാൻ ഡോക്ടർ സോമനാഥ് സമർപ്പിച്ചു. സേവാശക്തി ഫൗണ്ടേഷൻ ചെയർമാൻ CS മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ലഭിച്ചതിൽ അങ്ങേറ്റം ഞാൻ സന്ദീപ് ട്രസ്റ്റിനോട് എൻ്റെ നന്ദി പറയുകയാണ്. ഒരു മനുഷ്യരെ കിട്ടാവുന്ന, ഇപ്പോൾ തന്നെ ഈ വേദി തന്നെ ഒന്നാലോചിച്ച് നോക്കൂ. കലാരംഗത്ത് നമ്മുടെയൊക്കെ ഒരു തലമുറയ്ക്കും എത്രയോ തലമുറകളെ പഠിപ്പിച്ച് കണ്ട് കേട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശംസിച്ച മല്ലിക ചേച്ചി അവരോട് ഇരിപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ല, കലാകാരിയാവുമ്പോൾ ചേച്ചി ചേട്ടൻ എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സോമനാഥ് സാർ അവിടെ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഈ വേദിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു വേദിയിൽ ഒരു സേവനത്തിന്റെ ഒരു പുരസ്കാരം എനിക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അങ്ങേറ്റം വലിയൊരു കാര്യമാണ്. അത് സാന്ദീപനി സേവാ പുരസ്കാരമാണ് ശ്രീ MS ഫൈസൽ ഖാന് സമർപ്പിക്കുന്നത്. വാർഡ് കൗൺസിലർ V. ശിവകുമാർ, ട്രസ്റ്റ് സെക്രട്ടറി അനൂപ് C, ചെയർമാൻ ലിജു V. നായർ, ഡോക്ടർ GV ഹരി, N. സഹദേവൻ, മുരുകൻ H, കൃഷ്ണകുമാർ K, ശശികുമാർ BS തുടങ്ങിയവർ സംസാരിച്ചു. വാത്സല്യപൂർവ്വം പദ്ധതി ധനസഹായ വിതരണം, ചികിത്സാ ധനസഹായ വിതരണം, വീൽചെയർ വിതരണം, SSLC വിജയികളെ അനുമോദിക്കൽ, സ്കോളർഷിപ്പ് വിതരണം, ഭക്ഷ്യക്കിറ്റ് വിതരണം തുടങ്ങിയവ ചടങ്ങിൽ നടന്നു. ഈ പന്തലുകളെല്ലാം പറന്നുപോയി. രാത്രി ഞങ്ങൾ നോക്കും, ഇതെല്ലാം റോഡിൽ കിടക്കുകയാണ്.
ഇതെല്ലാവരും പറഞ്ഞു ഇതെല്ലാം വെച്ച് മതിയാക്കാം, മഴ ഇനി കുറയില്ല എന്ന്. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞു നമുക്ക് തുടരാം. വീണ്ടും പന്തലിൽ ആൾക്കാരെ വിളിച്ചു, പന്തൽ കിട്ടി. 25-ആം തീയതി നമുക്ക് നമ്മുടെ ഘോഷയാത്ര, വിളംബര ഘോഷയാത്ര നടത്തണം.